അയ്യോ, പൂജാമുറിയാ. അയ്യോ, സാരി മുഴുവൻ എണ്ണയായല്ലോ. അയ്യോ, സാരി മുഴുവൻ എണ്ണയായല്ലോ. അച്ഛനും അമ്മയൊക്കെ താഴെ കാത്തിരിക്കുക. ഇനിയിപ്പോ എന്തായാലും ഇതെടുത്ത് പോകാൻ പറ്റില്ല. താൻ പോയി പെട്ടെന്ന് മാറ്റിട്ട് വാ. ചെല്ല. അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? താൻ നാട്ടിലേക്കല്ലേ പോകുന്നത്? സുന്ദരിയായിട്ട് പോണ്ടേ? പോ, ചെല്ല. എന്നാലും ഇതെങ്ങനെയാ? പോയി മാറ്റിയിട്ട് വാടോ. ഏത് ഡ്രസ് ഇട്ടാലും താ സുന്ദരിയ. ചെല്ല. എടീ, നീ പോവാണോ? ഫംഗ്ഷന് പോവാൻ നിത്തിടുന്ന ഡ്രസ്സ് കാണണ്ടേ നിനക്ക്? എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി നീ പറഞ്ഞ ഡ്രസ്സുണ്ടല്ലോ, അവളെ അത് മാറാൻ പോയിരിക്കുക. ഞാൻ പറഞ്ഞിട്ടോ നിർബന്ധിച്ചിട്ടൊന്നും അല്ല കേട്ടോ. അതങ്ങനെ വേണ്ടി വന്നു. ഈ വീട്ടിലെ എനിക്കിഷ്ടമില്ലാത്ത ഒന്നും സംഭവിക്കില്ല, നിത്യയിലും സംഭവിക്കില്ല. ഓടി. നിത്യേച്ചി, സി കേരളത്തില് പുതിയൊരു സീരിയൽ വരാൻ പോണു. ഞാൻ അറിഞ്ഞു. സ്നേഹപൂർവ്വം ശ്യാമയല്ലേ? അത് വരുന്ന തിങ്കളാഴ്ച തുടങ്ങുക 9 മണിക്ക്. അമ്മയും കുട്ടി നമുക്ക് ഒന്നിച്ചിരുന്ന് കാണാട്ടോ. ശ്യാമയുടെ പുതിയ കഥ നിങ്ങൾ മറക്കാതെ കാണില്ലേ? സ്നേഹപൂർവ്വം ശ്യാമ, തിങ്കൾ മുതൽ ഞായർ വരെ രാത്രി 9 മണിക്ക് നമ്മുടെ സി കേരളത്തിൽ. ഒപ്പം വുമൻസ് ക്ലബിന്റെ വാർഷികാഘോഷവും കലാകായിക പരിപാടികളുമാണ് ഇന്നിവിടെ നടക്കുന്നത്. എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഒന്ന് കസേരകളിലേക്ക് ഇരിക്കണം. നമ്മുടെ ഗസ്റ്റുകൾ എത്രയും വേഗം ഇവിടെ എത്തുന്നതായിരിക്കും. ഏതാനും നിമിഷങ്ങൾക്കാവും നമ്മുടെ കാര്യപരിപാടികൾ ആരംഭിക്കുന്നതാണ്. ചേച്ചി ഒന്ന് കസേരയിലോട്ടിരിക്കുക. ഒപ്പം വുമൻസ് ക്ലബിന്റെ കലാപരിപാടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. നമ്മുടെ ഗസ്റ്റ് കൃത്യസമയത്ത് എത്തുമല്ലോ. അത് സദാനന്ദേട്ടം കൂട്ടിക്കൊണ്ട് വന്നോളും, പേടിക്കണ്ട. ശരി ശരി. പിരായിരി എന്ന ദേശത്തിന്റെ സ്ത്രീകളുടെ സ്പന്ദനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒപ്പം വുമൻസ് ക്ലബിന്റെ ചുക്കാൻ പിടിക്കുന്നത് പ്രസിഡന്റ് ബിജിമോളും സെക്രട്ടറി ഗീതയുമാണ്. നാടിന് പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ പോരാളികളായ സമയായോ പരിപാടി? 1000 പൂച്ചെണ്ടുകൾ. അത് കൊള്ളാലോ. നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട കലാകാരൻ, നമ്മുടെ നാടിന്റെ പ്രിയപ്പെട്ട കർഷകൻ, കവിതയിലൂടെ നമ്മുടെ നാടിന്റെ പേര് സാംസ്കാരിക കേരളത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത നമ്മുടെ ഹരിയേട്ടെ ഇതാ എത്തിക്കഴിഞ്ഞു. ഹരിയേട്ടനെ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈ കൊടുത്ത് സ്വാഗതം ചെയ്യാം. ഹരി എത്തിയോ?
നീ ചേച്ചി ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഒരു തീർത്ഥാടനത്തിന് പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇന്ന് അവാർഡ് മേടിക്കാൻ പറ്റില്ല. അത് പറയാൻ വേണ്ടിയാ നിർത്തിയത്. അയ്യോ അത് പറഞ്ഞാ പറ്റില്ല ഹരി, നിന്നേ പറ്റൂ. അയ്യോ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക്. ഇത് കേട്ടോ അങ്കിളെ, ഹരിയേട്ടനോട് വന്ന് അവാർഡ് വാങ്ങിട്ട് പോവാൻ പറ. അയ്യോ അത് പറ്റില്ല. ഇവരൊക്കെ എനിക്ക് വേണ്ടി കാത്തു നിൽക്കല്ലേ. അത് സാരമില്ല, ഞാൻ ഇവരോടൊക്കെ പറഞ്ഞോളാം. അതെങ്ങനെയാ അമ്മാവ? കവിത എഴുതുന്നതിന്റെ പേരില് നിനക്ക് ആദ്യമായിട്ട് കിട്ടുന്ന സമ്മാനമല്ലേ? ഇനിയിപ്പോ അവർക്ക് പോകാൻ തിടുക്കുണ്ടെങ്കിൽ അവര് പോകട്ടെ. അമ്മാവ നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, നിങ്ങൾ ചെന്നാട്ടെ, അവൻ വരും. അതെ, ഒപ്പം വുമൻസ് ക്ലബിന്റെ ഈ വർഷത്തെ വാർഷികാഘോഷം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന നമ്മുടെ മുഖ്യ ഉദ്ഘാടകൻ ഇതാ എത്തിക്കഴിഞ്ഞ നല്ലൊരു കൈ കൊടുത്തേ. ഒപ്പം പിരായിരി വുമൻസ് ക്ലബിന്റെ ഈ വേദിയിലേക്ക് ഇതാ നമ്മുടെ മുഖ്യാതിഥികൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ യോഗ ദിനം വളരെ ധന്യമായ ദിനമാണ്. സാധാരണക്കാരായ ഈ നാട്ടിലെ ഒരു കൂട്ടം വനിതകൾ സുമനത്തോടെ ആളെ ഞാൻ കൃത്യസമയത്ത് എത്തിച്ചിരുന്നു. നമസ്കാരം സർ. നമസ്കാരം. സാധാരണ ഇത്തരം സംഭവങ്ങൾക്ക് വലിയ വലിയ സെലിബ്രിറ്റികളല്ലേ നിങ്ങൾ വിളിക്കാറുള്ളത്? സാധാരണ ഓണാഘോഷവും ക്ലബിന്റെ വാർഷികം ഒന്നിച്ചാ ഉണ്ടാവാറുള്ളത്. ഇത്തവണ ഓണാഘോഷം ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ എല്ലാം ചുരുക്കി. ഓക്കെ ഓക്കെ, ശരി ശരി. ഇന്ന് ഈ വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മാതൃരാജ്യത്തിനെ കാവൽ നിൽക്കുന്ന ഒരു ധീര ജവാനാണ്. അദ്ദേഹത്തെയും കുടുംബത്തെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ഏറെക്കാലമായി മിലിറ്ററി സേവനം അനുഷ്ഠിക്കുന്ന, അതിർത്തിയിൽ നമ്മുടെ സുരക്ഷയുടെ പര്യായം തന്നെയായി മാറിയ, നമ്മുടെ നാടിന്റെ ബന്ധു കൂടിയായ, നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ രഘു സാറിനെയും ക്ലബ്ബ് ഭാരവാഹികളെയും ഉദ്ഘാടനത്തിനായി സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമ്മേ, നിത്യയുടെ അമ്മായിച്ചനെ ഉദ്ഘാടനം ചെയ്യുന്നേ. അതിൽ നിനക്ക് എന്താടാ? പട്ടാളോ നീ വാങ്ങുട്ടു. അധ്യക്ഷ പ്രസംഗങ്ങളും ആശംസകളും ഒഴിവാക്കി നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടകൻ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതായിരിക്കും. സുഖല്ലേ? എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത്തരമൊരു വേദിയിൽ ഞാനിങ്ങനെ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്താകമാനം സ്ത്രീ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ നാട്ടിൽ അതിന് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ഒപ്പം പിരായിരി ക്ലബാണെന്ന് മാത്രം. വളരെ സന്തോഷമുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറഞ്ഞാൽ, പുരുഷന്മാർക്കൊപ്പം വേഷം കെട്ടി നടക്കേണ്ട ഒരാളല്ല സ്ത്രീ. പുരുഷനൊപ്പമോ പുരുഷനേക്കാൾ കൂടുതലോ ചിന്തിക്കാൻ ശേഷിയുള്ളവർ. അതിനെന്താണ് തെളിവെന്ന് എന്നോട് ചോദിച്ചാൽ എൻ്റെ ജീവിതം തന്നെ അതിനൊരു ഉത്തരമാണ്. മനസ്സ് ദൃഢമായൊരു പെണ്ണ് നാടിനും വീടിനും എത്ര വേണ്ടപ്പെട്ടവളായിരിക്കുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ഭാര്യ സുജാത. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചുരുങ്ങിയ ചടങ്ങ് എൻ്റെ ഈ സംസാരം കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒപ്പം വിമൻസ് ക്ലബ് പിരായിരിക്ക് ഈ നാട്ടിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അതിനുവേണ്ടി ശക്തമായി പോരാടാനും സാധിക്കും. ഓരോ വാർഷികത്തിനും നിങ്ങൾ കത്തിക്കുന്ന ഈ ഓരോ തിരിയും നിങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാകട്ടെ എന്ന് ഞാൻ ഈ
ഒരു മംഗളകർമ്മത്തിന് തിരിതെളിയിക്കുവാൻ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സുജാതയെ ഹാർദവുമായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് വളരെ ലളിതമായ ഒരു അവാർഡ് ദാന ചടങ്ങാണ്. മണ്ണിന്റെ മണമറിയുന്ന കർഷകനാണ് ഈ ഞങ്ങളൊക്കെ നാടിന്റെ മറന്നോ? ജീവൻ നിലനിർത്തുന്നത്. മണ്ണിനെ ഉഴുതുമറിച്ച് ആ? ഒരുക്കി വിത്തെറിഞ്ഞ് നിങ്ങളൊക്കെ എങ്ങനെ മറക്കാനാ? അവന്റെ വിയർപ്പിൽ നാട്ടിലെ കുരുത്തം കിട്ടവന്മാരല്ലേ നിങ്ങളൊക്കെ? അയ്യോ ചേച്ചി, ഞങ്ങളിപ്പോ ശരിക്കും നന്നായി. കർഷകനാണ് വിതയ്ക്കുന്നത്. പക്ഷേ അവന് ഇന്നും കണ്ണീരാണ് കുടിക്കുന്നത്. എന്നിട്ട് വീണ്ടും കർഷകൻ പ്രതീക്ഷയോടെ മണ്ണിൽ നന്നായി നന്നായി. ഞാൻ അച്ഛനോട് ചോദിക്കാറുണ്ട് രണ്ടാളെയും കുറിച്ച്. ഒരു മാറ്റമില്ലെന്ന് അച്ഛൻ പറഞ്ഞത്. ചടങ്ങ് ലളിതമാണെങ്കിലും അതിന്റെ പ്രൗഢി നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. ഈ നാട്ടിലെ ചെറുപ്പക്കാർ വൈറ്റ് കോളർ ജോലികൾ തേടി അന്യ രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ ഈ നാടിനെ സ്നേഹിച്ച് ഈ മണ്ണിനെ സ്നേഹിച്ച് പുതിയ തലമുറക്ക് മാതൃകയായി ഒരു ചെറുപ്പക്കാരൻ. അതാണ് നമ്മുടെ ഹരി. നമ്മളിൽ ഒരാൾ ഈ നാടിന്റെ സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒപ്പം സഞ്ചരിക്കുന്ന ചെറുപ്പക്കാരൻ. ഹരി നമ്മുടെയൊക്കെ മനസ്സുകളിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പുതിയ തലമുറയുടെ മുഖമാണ്. അങ്ങനാവണം ഈ ലോകത്തെ ഓരോ ചെറുപ്പക്കാരനും. എന്താ താനൊന്നും ഇങ്ങോട്ട് വന്നേ. ഹരിയെ പോലെ മണ്ണിൽ പണിയെടുക്കുന്ന അമ്മയുടെ പേരിലുള്ള അവാർഡ് കൊടുക്കുന്നതിന് മുൻപ് പോവാണോ? പുതിയ കാർഷിക വിപ്ലവം, തന്നോട് വരാനാ പറഞ്ഞ. ഈ നാടിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന പുതിയ കാഴ്ചപ്പാടിന്റെ വിപ്ലവം. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന, അറിവിനെ സ്നേഹിക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ പ്രസിദ്ധീകരിക്കപ്പെട്ട അതിമനോഹരമായ ഒരു കവിതയിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റിയിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഹരിയേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്ത് ജീവ? കാണുന്നവരോട് ഇങ്ങനെ കുഴഞ്ഞട നാണമില്ലടി നിനക്ക്? ഞാൻ എന്ത് ചെയ്തെന്നാ? അവന്മാരെ കാണിക്കാനാണോ ഈ സാരി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്? മര്യാദക്കെല്ലാം മറച്ചു വെച്ച് നടന്നോണം. അല്ലെങ്കിലേ നിന്നെ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകും ഞാൻ. അന്തരിച്ചു പോയ തന്റെ ഭാര്യ കമലയുടെ പേരിൽ ഈ അവാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സദാനന്ദേട്ടനാണ്. അവാർഡ് ഏറ്റുവാങ്ങാൻ ഹരിയെയും അവാർഡ് നൽകുന്നതിനെ സദാനന്ദേട്ടനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും നന്നായിട്ടൊന്ന് കൈയടിച്ചേ. നിത്യമോളോടെ ചേച്ചി അവിടെ എവിടെയെങ്കിലും കാണും.
മോനായിരുന്നോ? എങ്കിൽ ഇതിലും വലിയ സന്തോഷം വേറെ എന്താ? രഘുവേട്ട, ഈ മോനെ എനിക്കറിയാം. വാ. ഇങ്ങനെ മതിയോ? മതി. ഇനി കുറെ നേരം ഇവിടെ നിൽക്കണമെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത്. ആ നേരം വരെ മാന്യമായിട്ടല്ലാതെ എന്തെങ്കിലും കണ്ടാലേ കത്തിച്ച് കളയും ഞാൻ. നമ്മുടെ പ്രിയപ്പെട്ട ഹരിയേട്ടൻ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന അംഗീകാരം ഒരുപാട് സന്തോഷമുള്ളതാണ്. പക്ഷെ ആദരിക്കപ്പെടേണ്ട ഒരു എഴുത്തുകാരനായി ഞാൻ മാറിയെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. കുത്തിക്കുറിച്ചത് ഒരു പ്രസിദ്ധീകരണത്തിന് ഞാൻ അയച്ചു കൊടുത്തു. അവരുടെ കനിവുകൊണ്ട് അവരത് അച്ചടിച്ചു. ഇന്ന് ഞാൻ വാങ്ങിച്ച ഈ അവാർഡ് വേറൊരാൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുക. എൻ്റെ കവിത വായിക്കുകയും എന്നെക്കാൾ നന്നായി പാടുകയും ചെയ്ത ഒരാൾക്ക്. എൻ്റെ എഴുത്തിനെ, എൻ്റെ ജീവിതത്തെ പ്രചോദിപ്പിച്ച ഒരാൾ. ഈ അവാർഡ് എന്നോടൊപ്പം തന്നെ അയാൾക്കും അവകാശപ്പെട്ടതാണ്. എൻ്റെ പ്രിയപ്പെട്ടവർക്കും മുതിർന്നവർക്കും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.